ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ചൂടേറിയ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ജൂൺ 6 ആരംഭിക്കുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ഒരു ടെസ്റ്റ് മത്സരവും 3 ഏകദിനങ്ങളുമാണ് ഈ പരമ്പരയിലുള്ളത്. എന്നാൽ ഈ ടീം പ്രഖ്യാപനത്തിന് പിന്നാലെ BCCI സെലക്ഷൻ കമ്മിറ്റിക്കും അതിന്റെ ചെയർമാൻ അജിത് അഗാർക്കർക്കും എതിരെ വളരെ ഗുരുതരമായ ചില ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. പ്രധാനമായും IPL പക്ഷപാതം അഥവാ IPL ബയാസാണ് അഗാർക്കർക്ക് നേരെ ഉയർന്ന ഏറ്റവും വലിയ വിമർശനം. മുൻ മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് താരവും ആഭ്യന്തര ക്രിക്കറ്റിലെ പരിചയസമ്പന്നനുമായ സിദ്ധേഷ് ലാഡാണ് ഇപ്പോൾ സെലക്ഷൻ കമ്മിറ്റിക്കെതിരെ രൂക്ഷ വിമർശനമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ വിവാദത്തിന്റെ യഥാർത്ഥ കാരണം അക്കീബ് നബി എന്ന ജമ്മു കാശ്മീർ പേസ് ബോളറെ അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റ് ടീമിൽ നിന്ന് ഒഴിവാക്കിയതാണ്. ആരാണ് അക്കീബ് നബി എന്ന് ആഭ്യന്തര ക്രിക്കറ്റ് പിന്തുടരുന്നവർക്ക് കൃത്യമായി അറിയാമായിരിക്കും. 2025-26 രഞ്ജി ട്രോഫി സീസണിൽ ജമ്മു കാശ്മീരിനെ കിരീടം ചൂടിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച താരമാണ് അദ്ദേഹം. വെറും 10 മത്സരങ്ങളിൽ നിന്ന് 60 വിക്കറ്റുകളാണ് നബി ഈ ഒറ്റ സീസണിൽ സ്വന്തമാക്കിയത്. ഒരു റെഡ് ബോൾ ടൂർണമെന്റിൽ ഇതിലും മികച്ചൊരു പ്രകടനം ഒരു ഫാസ്റ്റ് ബോളർക്കും കാഴ്ചവെക്കാൻ കഴിയില്ല. ഇത്രയും ഗംഭീരമായ പ്രകടനം നടത്തിയിട്ടും അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റ് ടീമിൽ അദ്ദേഹത്തിന് ഇടം ലഭിച്ചില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ താഴ്ന്നെന്നറിയാമോ? അടുത്തിടെ 2026 IPL സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി കളിച്ച അദ്ദേഹത്തിന് കാര്യമായ പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല എന്നത് മാത്രമാണ് കാരണം. അതായത് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന രഞ്ജി ട്രോഫിയിലെ അധ്വാനത്തെക്കാൾ സെലക്ടർമാർ വിലമതിച്ചത് വെറും 4-5 IPL T20 മത്സരങ്ങളിലെ പ്രകടനത്തെയാണ്. ഇതിനെതിരെയാണ് മുൻ താരം സിദ്ധേഷ് ലാഡ് ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ ആഞ്ഞടിച്ചിരിക്കുന്നത്. അജിത് അഗാർക്കറുടെ സെലക്ഷൻ കമ്മിറ്റി യുവതാരങ്ങൾക്ക് നൽകുന്നത് വളരെ തെറ്റായ സന്ദേശമാണെന്നും അദ്ദേഹം പറയുന്നു. ലാഡിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നിങ്ങൾ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാർക്ക് നൽകുന്നത് വളരെ തെറ്റായ ഒരു സന്ദേശമാണ്. രഞ്ജി ട്രോഫിയിൽ എത്ര മികച്ച പ്രകടനം നടത്തിയാലും അതൊന്നും നിങ്ങളുടെ കരിയറിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ പോകുന്നില്ല. എന്നാൽ IPL ചില മത്സരങ്ങൾ തിളങ്ങിയാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ ഇടം നേടാം എന്നാണ് ഇപ്പോൾ സെലക്ടർമാർ കാണിച്ചു തരുന്നത്. തുടക്കത്തിൽ എല്ലാവരും വിചാരിച്ചിരുന്നത് രഞ്ജി ട്രോഫിയിൽ കഷ്ടപ്പെട്ട് മികച്ച പ്രകടനം നടത്തിയാൽ ഇന്ത്യൻ ടീമിൽ എത്താമെന്നായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ സെലക്ഷൻ നടക്കുമ്പോൾ കാര്യങ്ങൾ എല്ലാം മാറിമറിയുന്നു എന്നാണ് ലാഡ് ചൂണ്ടിക്കാണിക്കുന്നത്. അക്കീബ് നബിയെ പോലെ ഇത്രയും കഠിനാധ്വാനം ചെയ്ത് ജമ്മു കാശ്മീരിനെ ഒറ്റയ്ക്ക് രഞ്ജി ചാമ്പ്യന്മാരാക്കിയ ഒരു താരത്തിന് എന്തുകൊണ്ടും ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ ഇടമർഹിച്ചിരുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പ് IPL പ്രകടനം മാനദണ്ഡമാക്കുന്നത് 100% തെറ്റാണ് സിദ്ധേഷ് ലാഡ് വാദിക്കുന്നു. IPL മികച്ച പ്രകടനം നടത്തുന്നതാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിലേക്കുള്ള എളുപ്പവഴിയായി മാറിയിരിക്കുന്നത്. ഇതിലൂടെ ഇന്ത്യയുടെ പ്രതാപമുള്ള രഞ്ജി ട്രോഫിയുടെ വില പൂർണ്ണമായി ഇടിഞ്ഞിരിക്കുന്നു എന്ന് വളരെ കടുത്ത ഒരു യാഥാർത്ഥ്യമാണ് അദ്ദേഹം പറയുന്നത്. ഇക്കാലത്ത് നിങ്ങൾക്ക് IPL ഒരു നല്ല സീസൺ ലഭിച്ചില്ലെങ്കിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നും ലാഡ് വളരെ നിരാശയോടെ കൂട്ടിച്ചേർത്തു. ഇതൊരു പുതിയ കാര്യമല്ലെങ്കിലും സിദ്ധേഷ് ലാഡിന്റെ വാക്കുകൾ ഇന്ത്യൻ ക്രിക്കറ്റിലെ വളരെ ഗുരുതരമായ ഒരു പ്രശ്നത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. IPL എന്നത് വെറും 4 ഓവർ മാത്രം ബോൾ ചെയ്യുന്ന അതിവേഗം റൺസ് അടിക്കാൻ ശ്രമിക്കുന്ന ഒരു T20 ഫോർമാറ്റാണ്. എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റ് എന്നത് പൂർണ്ണമായും വ്യത്യസ്തമാണ്. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ക്ഷമയുടെയും ശാരീരിക ക്ഷമതയുടെയും പരീക്ഷണമാണിത്. ഒരു T20 ടൂർണമെന്റിലെ പ്രകടനം വെച്ച് എങ്ങനെയാണ് ഒരു ടെസ്റ്റ് ടീമിലേക്ക് കളിക്കാരെ തിരഞ്ഞെടുക്കുന്നത്? രഞ്ജി ട്രോഫിയിൽ വിവിധ പിച്ചുകളിൽ വ്യത്യസ്ത കാലാവസ്ഥകളിൽ ഒരു സീസണിൽ 60 വിക്കറ്റ് നേടുക എന്നത് ചെറിയ കാര്യമല്ല. ആ കഠിനാധ്വാനത്തിന് BCCI ഒരു വിലയും നൽകുന്നില്ലേ? സർഫറാസ് ഖാനെ പോലുള്ള താരങ്ങൾ വർഷങ്ങളോളം ആഭ്യന്തര ക്രിക്കറ്റിൽ റൺസ് അടിച്ചു കൂട്ടിയിട്ടും ടീമിലെത്താൻ ഒരുപാട് വൈകിയത് നിങ്ങൾ കണ്ടതാണ്. ഇപ്പോൾ അക്കീബ് നബിയുടെ കാര്യത്തിലും അതുതന്നെ സംഭവിക്കുന്നു. ചുരുക്കത്തിൽ അജിത് അഗാർക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി IPL അമിത പ്രാധാന്യം നൽകുന്നു എന്ന മുൻ താരങ്ങളുടെ വിമർശനത്തിൽ കഴമ്പുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. ഈ രീതി തുടർന്നാൽ ഭാവിയിൽ ടെസ്റ്റ് ക്രിക്കറ്റിനായി വിയർപ്പൊഴുക്കാൻ യുവതാരങ്ങൾ മടിക്കും.